ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. അതിനായിട്ട് നെത്തോലി മീനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അതുകൊണ്ട് എണ്ണ എന്തോ പതഞ്ഞ് വരുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞില്ല. കടുകിട്ടു. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ടു. ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വേണ്ടേ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതാ നോക്കിക്കേ, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി കൂടി കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി തക്കാളിയിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തക്കാളി വഴണ്ട് കിട്ടും. അതുകൊണ്ട് തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നു. എന്നിട്ട് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്തു. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇതാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇത് നോക്കിക്കേ, കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തു. മീനിട്ട് കൊടുത്തപ്പോൾ എണ്ണ പുറത്തോട്ട് തെറിച്ചത്, അതാ ഈ തീ അങ്ങനെ കത്തിയത്. അത് കുഴപ്പമില്ല. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് ദാണ്ടേ കറി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഇനി ഒരു 10-15 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. മീനിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ദാണ്ടേ കറിയൊക്കെ നന്നായിട്ട് മുകളിൽ എണ്ണ തെളിഞ്ഞ് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം.